എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഏറെക്കാലമായി ഇല്യൂമിനാറ്റി എന്നുള്ള ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് മലയാളികൾ എല്ലാവരും വിചാരിച്ചിരുന്നു ഒരു ഇല്യൂമിനാറ്റി അതൊന്ന് പൃഥ്വിരാജ് ആയിരുന്നു കേട്ടോ. ഇനി പൃഥ്വിരാജ് അല്ല എന്നൊക്കെ ഒരു പക്ഷെ ഞാനിപ്പോൾ പറയേണ്ടി വരും. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, പൃഥ്വിരാജ് അല്ല, മോഹൻലാൽ അല്ല, ആരുമല്ല നമ്മുടെ ഇല്യൂമിനാറ്റി എന്ന് പറയുന്ന ആ ഒരു ഗണത്തിലേക്ക് പിടുത്തം പറ്റിയ ആള്. അതിലൊരൊറ്റ മനുഷ്യരുള്ളൂ, അത് നമ്മുടെ മുരളി ഗോപി എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരനാണ്. നോക്കൂ, ഇത്ര കാലം വരെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു 6ഓളം സിനിമ മാത്രമാണ് ഈ മുരളി ഗോപി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ചങ്ങാതിയെ ഇല്യൂമിനാറ്റി എന്നും അദ്ദേഹം നട്ടലുള്ള മനുഷ്യനെന്നും ഞാൻ വിളിക്കുന്നത് ഈ ഒരു വിഷയം കൊടുമ്പിരി കൊള്ളുമ്പോൾ അങ്ങ് വല്ല അഗ്നിപർവ്വതം കത്തുന്ന പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എംപുര എന്ന് പറയുന്നത് ഈ സിനിമ. ഈ സിനിമയിൽ 1-2 രംഗങ്ങൾ നമ്മളെ ചില ആളുകൾക്ക് ഇഷ്ടമാവുന്നില്ല, സംഘപരിവാര സംഘടനകൾക്കൊന്നും ഈ സംഗതി ഇഷ്ടമാവുന്നില്ല. അവരെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവർ ചെയ്തതോ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അത് അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷമിപ്പിക്കുന്ന സംഗതികളെല്ലാം അവരടക്കം പെടുന്ന ഹിന്ദു സമൂഹത്തിന് മുഴുവൻ വിഷമമാണ് എന്ന രീതിയിലാണ് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സമയത്താണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഇവരൊക്കെ നട്ടലോട് കൂടി നിൽക്കുന്നു വിചാരിച്ചു. മോഹൻലാൽ നിൽക്കുന്നു വിചാരിച്ചു, നമ്മൾ പൃഥ്വിരാജ് നിൽക്കുന്നു വിചാരിച്ചു, നിർമ്മാതാക്കളൊക്കെ നിൽക്കുന്നു വിചാരിച്ചു, മുരളി ഗോപി നിൽക്കുന്നൊക്കെ വിചാരിച്ചു. ഇങ്ങനെ എല്ലാവരും നിൽക്കുന്നു വിചാരിക്കാനുള്ള കാരണം അവർക്ക് സപ്പോർട്ടായിട്ട് വന്ന ആളുകളുടെ എണ്ണമായിരുന്നു. ഒരുപാട് ആളുകളാണ് ഇവർക്ക് സപ്പോർട്ടായിട്ട്. സോഷ്യൽ മീഡിയ ഇതിന്റെ ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ. അത്രയധികം ആൾക്കാർ മണിക്കൂറുകൾ കൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമ കാണാൻ വേണ്ടി റഷായിരുന്നു. ഇന്നും നാളെയൊക്കെ ആ സിനിമ കാണാൻ വേണ്ടി റഷ് തന്നെയാണ്, നമുക്കറിയാം. അങ്ങനെ ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ ലെഫ്റ്റ് വിങ്ങും ഒപ്പം റൈറ്റ് വിങ്, ഒരുപക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, അത് പിണറായി വിജയനടക്കം നേരിട്ട് പോയി സിനിമ കാണുക എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നു. അവരതിനെ ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, എഴുതിയിടുന്നു. ഈ സംഘപരിവാറിന്റെ ഈ ഒരു ഭീഷണിക്കൊന്നും നിങ്ങൾ കുടുങ്ങി പോകരുതടക്കം എഴുതിരുന്നു. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി കുഴിയിട്ട് മൂടിക്കൊണ്ട് ഒരു മനുഷ്യൻ ഫേസ്ബുക്കിൽ ഒരു അവിഞ്ഞെഴുത്ത് എഴുതി. ആ എഴുതിയ മനുഷ്യന്റെ പേര് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ മോഹൻലാൽ എന്നാണ്. ആ എഴുത്തെന്ന് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആളുകളെ, എന്നെ സ്നേഹിക്കുന്ന ചിലർക്ക് അത് വലിയ വിഷമം ഉണ്ടാക്കി. എൻ്റെ സുഹൃത്തെ, എൻ്റെ പ്രിയപ്പെട്ട ലാലേട്ട, നിങ്ങളാ പറയുന്ന ചിലർ എന്ന് പറയുന്ന ഗണത്തിൽ ഞാൻ പെടുന്നില്ല. എന്നെ പോലെ ഒരുപാട് ആളുകൾ പെടുന്നില്ല. ഈ പറയുന്ന നിങ്ങളാ മാപ്പപേക്ഷ എഴുതിയത് ആർക്ക് വേണ്ടിയിട്ടാണ് ആ സിനിമ കട്ട് ചെയ്തത്? ഒരു സംഘപരിവാരംകാരൻ പോലും ആ സിനിമ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇത് ചിലർക്ക് വിഷമം ഉണ്ടാക്കി ആ സീനുകൾ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത സിനിമയായിരിക്കും ഇനി നമ്മുടെ മുമ്പിലേക്ക് എത്തുക എന്നർത്ഥം. പക്ഷേ അങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുത്തരവാദിത്തത്തിന്റെ പേരിലായിരിക്കണം ആ പോസ്റ്റ് 2 പേരാ ഷെയർ ചെയ്ത ഒരാളുടെ പേര് പൃഥ്വിരാജ് സുകുമാരൻ എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് ആ സിനിമയുടെ നിർമ്മാതാവാണ് ആന്റണി പെരുമ്പാവൂർ. 2 പേരും ആ ഒരു സംഗതി ഷെയർ ചെയ്യുന്നു, മോഹൻലാലിനോടൊപ്പം നിൽക്കുന്നു എന്നർത്ഥം. അങ്ങനെ നിൽക്കാൻ ഒരു കാരണമുണ്ട്. മോഹൻലാലിനെതിരെയായിരുന്നു ആയുധങ്ങൾ മുഴുവൻ ഏറ്റുണ്ടാകുന്നത്. ലാലേട്ടനെ പിടിച്ചിട്ട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കും, കൊമ്പത്ത് കയറ്റുന്ന രീതിയിലുള്ള പല വിധത്തിൽ അഭിപ്രായ പ്രകടനം ഉണ്ടായി. ലാലേട്ടൻ ഭയപ്പെട്ടു. അദ്ദേഹം പോസ്റ്റ് എഴുതി. അത് മാപ്പപേക്ഷയായിട്ട് കരുതി കൂട്ടാൻ പറ്റത്തുള്ളൂ, വേറെ രീതിയിൽ നമുക്കെതിരെ കാണാൻ സാധിക്കില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും, ഇങ്ങനെ ഇത്രയധികം കൊടുമ്പിരി ഉണ്ടായിട്ടും മുരളി ഗോപി എന്ന് പറയുന്ന ആ എഴുത്തുകാരൻ അനങ്ങിയില്ല എന്ന് മാത്രമല്ല, ഒരു വാക്കുപോലും മാപ്പെന്ന് അദ്ദേഹം എഴുതിയിട്ടില്ല. നമ്മളെല്ലാവരും വിചാരം പറയാം, അദ്ദേഹം ഒരു തീവ്ര ഇടതുപക്ഷ വിരുദ്ധനാണ് എന്നായിരുന്നു എല്ലാവരും ധാരണ. കാരണം കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ആദ്യമായിട്ട് സിനിമ ഇറക്കുന്നത്. അത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയാണ്. നേരത്തെ പ്രതിനായക രൂപത്തിൽ നിൽക്കുന്ന നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയാം, അദ്ദേഹത്തെ അവസാനം കുത്തിക്കൊല്ലുന്ന രീതിയിലാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും, അദ്ദേഹത്തിനുള്ളിൽ ഒരു ആശയത്തെ അദ്ദേഹം സിനിമയാക്കിയിട്ട് പോലും അധികം എതിർപ്പ് മറ്റൊന്നുണ്ടായാലും ആ സിനിമ ഗംഭീരമായിട്ട് ഓടി. അന്ന് മുതലാണ് ഈ മുരളി ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒരു പ്രതിസ്ഥാനത്ത്, ഒരു ഇടതുപക്ഷ വിരുദ്ധൻ എന്ന രീതിയിൽ നമ്മളെല്ലാം കൊണ്ടെത്തിച്ചത്. ഇതിനെ പറ്റിയിട്ട് മുരളി ഗോപി തന്നെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കൂ. ഞാൻ റൈറ്റ് വിങ്ങിന്റെ ഈ തമിഴിൽ പറയുന്ന ഉദവി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് കാലത്തിന് പരിശോധിക്കാവുന്നതാണ്. എന്റെ പിന്നെയുള്ള സിനിമകളിലും പരിശോധിക്കാവുന്നതാണ്. അത് ഞാൻ നേരിടില്ല. എനിക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ ഞാൻ അങ്ങനെ അതിനെ നേരിട്ടിട്ട് ഞാൻ അങ്ങനെ അല്ല ഇങ്ങനെ അല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് കാലമാണ് തെളിയിക്കേണ്ടത്. അതൊരു കലാകാരന്റെയും ഉത്തരവാദിത്വമാണ്. ഞാൻ ചെയ്ത സിനിമ എന്താണെന്ന് എനിക്കറിയാം. അത് നന്നായിട്ട് മനസ്സിലായിട്ടുള്ളവർക്കും അറിയാം. സത്യത്തിനും
അപ്പൊ സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ ശരി, നാഷണൽ ലെവലിലാണ്. നാഷണൽ ലെവലിൽ പല സിനിമ. എന്തായാലും ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനൊരു തീവ്ര വലതുപക്ഷക്കാരനാണോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കുറെ കാലം മുമ്പ് നടന്നൊരു ഇന്റർവ്യൂ ആണ്. കാലം തെളിയിച്ചിരിക്കുന്നു മുരളി ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു തീവ്ര വലത് വിങ് സംഘപരിവാരുകാരനല്ല എന്ന് പറയേണ്ടി വരും. അദ്ദേഹം ഒരു നല്ല ഇടതുപക്ഷക്കാരനാണ്. ഇത് എപ്പോഴും പറയുന്നത് ഒരു നല്ല ഇടതുപക്ഷം, ഒരു തീവ്ര ഇടതുപക്ഷം വരേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോഴും ഇന്ത്യയിലും പലയിടത്ത് വരേണ്ട സമയമായിരിക്കുന്നു, വരുന്നില്ല എന്ന് പറയുന്നത്. അതിന് ഉത്തരമായിട്ട് ഇദ്ദേഹം നാളെ മുതൽ CPM-ൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊടിപിടിച്ച് നടക്കുമെന്നല്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാനൊരു തീവ്ര വലതുപക്ഷമാണോ എന്നത് കാലം തെളിയിക്കേണ്ടതാണ്. കാലം തെളിയിച്ച സിനിമയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ആ സിനിമയുടെ പേര് എമ്പുരാൻ എന്നാണ്. ആ സിനിമയിലാണ് വളരെ ശക്തമായിട്ട് അദ്ദേഹം സംഘപരിവാരത്തെ വിമർശിക്കുന്നത്. കൃത്യമാണ് നമുക്ക് ഇപ്പൊ പറയാൻ കഴിയുന്നത് ഇദ്ദേഹമാണ് നട്ടലുള്ള ആ ഒരു ഇല്യൂമിനാറ്റി. അത് പൃഥ്വിരാജോ മോഹൻലാലോ മറ്റുമല്ല. ആ ഒരു ഇല്യൂമിനാറ്റി ഇതാ നമ്മുടെ മുമ്പിൽ നട്ടലോട് കൊടുക്കുന്ന ഈ ഒരു മനുഷ്യൻ മാത്രമാണ്. ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ്. ഇദ്ദേഹം ഇന്ന് നോമ്പാണല്ലോ, ചെറിയ പെരുന്നാളാണല്ലോ. ചെറിയ പെരുന്നാളായതുകൊണ്ട് മുരളി ഗോപി ഒരു പോസ്റ്റ് ചുമ്മാ എടുത്തിട്ടു. ഇതുവരെയും ഒരു വാക്ക് പോലും പ്രതികരിക്കാതിരുന്ന മനുഷ്യൻ ഇന്ന് ഈദിന്റെ ഈ സമയത്ത് അദ്ദേഹം ആകെ ഷെയർ ചെയ്തത് ഒരൊറ്റ സംഗതിയാണ്, ഈദ് വിഷസ് ടു ഓൾ എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്ക് മാത്രം. അതിനടിയിൽ എഴുതി വെച്ചത് ആരൊക്കെ എന്ന് നോക്കുമ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ അവതരിപ്പിക്കുന്ന ഈ സമയമാകുമ്പോഴത്തേന് ഏകദേശം 763 ഷെയറുകളും 9000 കമന്റുകളും അതിനടിയിലുണ്ട്. വെറും സിനിമയിൽ മാത്രമല്ലാത്ത ഒറിജിനൽ ഹീറോ ഈദ് മുബാറക് എന്നാണ് ശ്യാം നൂറുദ്ദീൻ എഴുതിയിരിക്കുന്നത്. മുസ്താഹ് അഹമ്മദിന്റെ ഒരു ഗംഭീര ഇംഗ്ലീഷ് എഴുത്ത് കാണാനുണ്ട്. റിയാസ് നിർമാലയും സന്ദേശവും ഓർമ്മയിൽ വരുന്നു. ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. ആണൊരുത്തിന് ഈദാശംസകൾ നേരുന്നു. ഈദ് മുബാറക് പണയം വെക്കാത്ത നിലപാടിനെന്ന് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് KR ഇന്ദ്ര എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മാപ്പ് പറയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഏക വ്യക്തിത്വം അത് ഈ ചെങ്ങാതി മാത്രമാണ്. ഈ മനുഷ്യൻ മാപ്പ് പറയില്ല. നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് എഴുതിയ വരികൾക്ക് ഇപ്പോൾ ജീവനുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തെ എന്ന് ഹർഷ PM എന്ന് പറയുന്ന ഒരാള് എഴുതി വെച്ചിട്ടുണ്ട്. ജയ് ശ്രീറാം ജയ് ബജ്രംഗി എന്ന് പറഞ്ഞിട്ട് വേറൊരു എഴുത്തൻ. ആണൊരുത്തൻ കള്ളപ്പണം ഇല്ലാത്തത് കൊണ്ട് മുരളി ഗോപിക്ക് നട്ടല് വളയ്ക്കാതെ നിൽക്കാം. മറ്റുള്ളവർ അങ്ങനെയല്ല. മാപ്പ് പറയില്ല. മാപ്പ് ജയൻ പറയില്ല. ഇദ്ദേഹത്തിന്റെ കഥാപാത്രമാണ്. ആ ലെഫ്റ്റ് റൈറ്റ് സിനിമ കണ്ടവർക്ക് ഇത് ഓടും. മാപ്പ് ജയൻ പറയില്ല ഈദ് മുബാറക് എന്ന് പറഞ്ഞിട്ട് നോക്കൂ. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മുഴുവൻ ഇതിന് താഴെ എഴുതിയിട്ടിരിക്കുകയാണ്. ഇതിന് താഴത്ത് അദ്ദേഹത്തിന് ആശംസകൾ മാത്രം. നട്ടല് എന്ന് മാത്രമാണ് എഴുതി. ധൈര്യത്തിന് നന്ദി, ഇഫ് യു സ്റ്റിക്ക് ടു ദാറ്റ് ഓൾവേസ് എന്നടക്കം എഴുതിയിട്ട ആളുകളുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ. ദാറ്റ് മീൻസ് ഈ ഒരു വിഷയത്തിൽ മാപ്പ് പറയാത്ത ഏക മനുഷ്യനേ ഉള്ളൂ, അത് മുരളി ഗോപിയാണ്. അദ്ദേഹം തൻ്റെ എഴുത്തിൽ അത്രയേറെ വിശ്വസിക്കുന്ന അർത്ഥം. അങ്ങനെയാണെങ്കിൽ എമ്പുരാനിൽ എഴുത്ത് നിർവഹിച്ചത് മുരളി ഗോപിയാണ്. കട്ട് ചെയ്താലും കട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുരളി ഗോപി എഴുതി വെച്ചതിൽ മുരളി ഗോപിക്ക് 100% വിശ്വാസമുണ്ട്. അത് ശരിയാണെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ആ ശരിക്കൊപ്പം അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നു. നിങ്ങളിൽ എത്ര പേര് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു എന്ന് മാത്രമാണ് എൻ്റെ ചോദ്യം കേട്ടോ. ബൈ.